ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇന്ന് നമ്മൾ 6th ബേസിക് സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആട്ടോ നോക്കുന്നത്. 6th ബേസിക് സയൻസ് പാർട്ട് 1-ൽ ടോട്ടൽ 5 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അതിൽ ആദ്യത്തെ ചാപ്റ്ററായ ആഹാരത്തിലൂടെ ആരോഗ്യം എന്നുള്ള ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററായ കാന്തിക ലോകത്തെ അത്ഭുതം എന്നുള്ള ചാപ്റ്റർ ആട്ടോ പഠിക്കാനുള്ളത്. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് കാന്തിക ലോകത്തെ അത്ഭുതം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ ഒരുപാട് എക്സ്പ്ലനേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. കുട്ടികൾക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് പോയിന്റിലേക്ക് പോവാം. കാന്തിക വസ്തുക്കളും അകാന്തിക വസ്തുക്കളും, മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആൻഡ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് കാന്തിക വസ്തുക്കൾ. ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട് തുടങ്ങിയവ കാന്തിക വസ്തുക്കളാണ്. കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളാണ് അകാന്തിക വസ്തുക്കൾ. പേപ്പർ, പ്ലാസ്റ്റിക്, സ്വർണം, മരം തുടങ്ങിയവ അകാന്തിക വസ്തുക്കളാണ്. എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? ഏതൊക്കെയാണ് കാന്തിക വസ്തുക്കൾ? കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് കാന്തിക വസ്തുക്കള്. അതിന് എക്സാമ്പിൾ ആയിട്ട് ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട് ഒക്കെ ആയിട്ട് തന്നിട്ടുള്ളത്. ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട് ഒക്കെ. ഇനി കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളാണ് അകാന്തിക വസ്തുക്കൾ. പേപ്പർ, പ്ലാസ്റ്റിക്, സ്വർണം, മരം തുടങ്ങിയവ അകാന്തിക വസ്തുക്കളാണ്. ഇനി ഇവിടെ ഒരു ടേബിൾ ആണ് കൊടുത്തിട്ടുള്ളത്. അത് ഫില്ല് ചെയ്യാനായിട്ട് കേട്ടോ. കാന്തിക വസ്തുക്കൾ, അകാന്തിക വസ്തുക്കൾ ഏതൊക്കെയാന്നാണ്. ഇവിടെ കാന്തിക വസ്തുക്കൾക്ക് ആണി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തൊക്കെ പറയാം? സേഫ്റ്റി പിന്നെ ഇതുപോലെ നാണയം, ബ്ലേഡ്, അലൂമിനിയം ഫോയിൽ, ഇതൊക്കെ നമുക്ക് കാന്തിക വസ്തുക്കളായിട്ട് എടുക്കാം. അതുപോലെ അകാന്തിക വസ്തുക്കൾ ഏതൊക്കെയാണ്? തുണി, അതുപോലെ മരം, പിന്നെ എന്തൊക്കെ പറയാം? പേപ്പർ, ഇതൊക്കെ നമുക്ക് അകാന്തിക വസ്തുക്കളുടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം അല്ലെ. അടുത്ത ഹെഡിങ് ആണ് കാന്തിക ശക്തി ധ്രുവങ്ങളിൽ. ഇനി ഇവിടെ ഒരു എക്സ്പെരിമെന്റിന്റെ ഭാഗമാണ് പറയുന്നത്. കുറച്ച് മുട്ടുസൂചികളുടെ അടുത്തേക്ക് ഒരു കാന്തത്തിന്റെ അഗ്രഭാഗവും പിന്നീട് അതിന്റെ മധ്യഭാഗവും കാണിച്ചു നോക്കൂ. കാന്തത്തിന്റെ ഏത് ഭാഗമാണ് കൂടുതൽ മുട്ടുസൂചികൾ ആകർഷിക്കപ്പെടുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം കാന്തത്തിന്റെ അഗ്രഭാഗത്തേക്കായിരിക്കും അല്ലെ. അതിന്റെ കാരണമാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത്. കാന്തിക ധ്രുവങ്ങൾ, മാഗ്നറ്റിക് പോൾസ്. സാധാരണയായി കാന്തത്തിന്റെ ആകർഷണ ബലം കൂടുതൽ അതിന്റെ അഗ്രങ്ങളിലാണ്. അത് എന്തുകൊണ്ടാണ്? ആകർഷണ ശക്തി കൂടിയ ഈ അഗ്രഭാഗങ്ങളാണ് കാന്തിക ധ്രുവങ്ങൾ കേട്ടോ. ഏതൊരു കാന്തത്തിനും രണ്ട് ധ്രുവങ്ങളുണ്ട്. ആകർഷണ ശക്തി കൂടിയ അഗ്രഭാഗങ്ങളാണ് കാന്തിക ധ്രുവങ്ങൾ. ഒരു കാന്തത്തിന് രണ്ട് ധ്രുവങ്ങളാണുള്ളത് കേട്ടോ. അടുത്ത ഹെഡിങ് എന്താണ്? കാന്തം ബലം പ്രയോഗിക്കുമോ? മേശപ്പുറത്ത് ഒരു കാന്തം വെച്ച് അഗ്രഭാഗത്തിന് അല്പം അകലെ ഒരു മുട്ടുസൂചി വെക്കുക. മുട്ടുസൂചി കാന്തത്തിനടുത്തേക്ക് സാവധാനം നീക്കി നോക്കൂ. കാന്തത്തിന് സമീപത്തെത്തുമ്പോൾ മുട്ടുസൂചിക്ക് എന്താണ് സംഭവിക്കുന്നത്? കാന്തം ബലം പ്രയോഗിക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് കാന്തിക മണ്ഡലം നോക്കാം. കാന്തം പ്രയോഗിക്കുന്ന ബലമാണ് കാന്തിക ബലം. കാന്തത്തിന് ചുറ്റും കാന്തിക ബലം അനുഭവപ്പെടുന്ന പ്രദേശമാണ് കാന്തിക മണ്ഡലം. ഇവിടെ എന്തൊക്കെ പോയിന്റ്സ് ആ പറഞ്ഞിട്ടുള്ളത്? കാന്തം പ്രയോഗിക്കുന്ന ബലമാണ് കാന്തിക ബലം. കാന്തത്തിന് ചുറ്റും കാന്തിക ബലം അനുഭവപ്പെടുന്ന പ്രദേശമാണ് കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കേട്ടോ. അപ്പൊ കാന്തത്തിന് ചുറ്റും കാന്തിക ബലം അനുഭവപ്പെടുന്ന പ്രദേശമാണ് കാന്തിക മണ്ഡലം. കാന്തിക മണ്ഡലം അദൃശ്യമാണ്. അടുത്ത ഹെഡിങ് ആണ് കാന്തിക മണ്ഡല രേഖകൾ വരയ്ക്കാം. അതിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ടോ വരച്ചിട്ടുള്ള. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? കാന്തിക മണ്ഡലത്തിൽ കാന്തിക മണ്ഡല രേഖകളുണ്ട്. ഇവ രണ്ടും അദൃശ്യമാണ്. അപ്പൊ നമ്മൾ രണ്ട് ധ്രുവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് ഓപ്പോസിറ്റ് ദിശയിലേക്കുള്ള കാന്തിക രേഖകളാണുള്ളത്. അപ്പൊ ഇത് അദൃശ്യമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി കാന്തങ്ങളുടെ നിർമ്മാണം എങ്ങനെയാണെന്ന് കേട്ടോ പറയുന്നത്. കാന്തിക വസ്തുക്കൾ ഉപയോഗിച്ചാണ് കാന്തം നിർമ്മിച്ചിട്ടുള്ളത്. അൽനിക്കോ എന്ന ലോഹ സങ്കരമാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അൽനിക്കോ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ലോഹങ്ങളുടെ സങ്കരമാണ്? അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ് കേട്ടോ. ഏതൊക്കെയാണുള്ളത്? അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ് ഇതെല്ലാം കൂടി ചേർന്നതാണ് അൽനിക്കോ. ഏതൊക്കെയാണ്? അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ് എന്നിവയുടെ സങ്കരമാണ് അൽനിക്കോ എന്ന് പറഞ്ഞാല്. അപ്പോ അൽനിക്കോ യൂസ് ചെയ്തെങ്ങാനാണ് കാന്തം നിർമ്മിക്കുന്നത് കേട്ടോ. ഏതൊക്കെ ലോഹങ്ങളാണ്? അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ് ഇവ കൂടെ ചേർന്നതാണ് അൽനിക്കോ. ഇനി മറ്റു പല വസ്തുക്കളും കാന്ത നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സെമേരിയം, കൊബാൾട്ട്, ഫെറൈറ്റ്, റബ്ബർ, നിയോഡിമിയം എന്നിവ കൊണ്ടുണ്ടാക്കിയ വിവിധ തരം കാന്തങ്ങൾ നിലവിലുണ്ട്. ഇവയിൽ നിയോഡീമിയം കാന്തങ്ങൾ കൂടുതൽ ശക്തിയുള്ളവയാണ്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മറ്റേതൊക്കെ വസ്തുക്കളാണ് പറഞ്ഞിട്ടുള്ളത്? സെമേരിയം, കൊബാൾട്ട്, ഫെറൈറ്റ്, റബ്ബർ, നിയോഡിമിയം. ഏതൊക്കെയാണ്? ഇമ്പോർട്ടന്റ് ആണ്. സെമേരിയം, കൊബാൾട്ട്, ഫെറൈറ്റ്, റബ്ബർ, നിയോഡിമിയം. അപ്പൊ ഇതിൽ നിയോഡിമിയം ഉപയോഗിച്ചിട്ടുള്ള കാന്തങ്ങളാണ് എന്ത്? കൂടുതൽ ശക്തിയുള്ള കേട്ടോ.
അടുത്ത ഹെഡിങ് ആണ് പലതരം കാന്തങ്ങൾ. ഇവിടെ വ്യത്യസ്ത ആകൃതിയിലുള്ള കാന്തങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാന്ന് നോക്കാം. ലാടകാന്തം, ബാർ കാന്തം, സിലിണ്ട്രിക്കൽ കാന്തം, കാന്ത സൂചി, ഓവൽ കാന്തം, യു ഷേപ്പിലുള്ള കാന്തം, അതുപോലെ ഡിസ്ക് കാന്തം, റിംഗ് കാന്തം. ഇതൊക്കെ ഓരോ വ്യത്യസ്ത ആകൃതിയിലുള്ള കാന്തങ്ങളാണ് കേട്ടോ. ഇനി ഇവിടെ ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുള്ളതാണ് കാന്തിക ധ്രുവങ്ങൾ. ഇനി അതിനു മുമ്പ് ഇവിടെ ചിത്രത്തിൽ എന്താണ് ദക്ഷിണ ധ്രുവം, ഉത്തര ധ്രുവം എന്ന് രണ്ട് ധ്രുവങ്ങൾക്ക് പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദക്ഷിണ ധ്രുവം, ഉത്തര ധ്രുവം. അപ്പൊ ഭൂമിയുടെ വടക്കു ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിന്റെ ഉത്തര ധ്രുവം എന്നും ഭൂമിയുടെ തെക്കു ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവം എന്നും പറയുന്നു. ഇവയെ NS എന്നീ അക്ഷരങ്ങൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ബാർകാന്തത്തിൽ ഉത്തര ധ്രുവത്തെ സൂചിപ്പിക്കാൻ പ്രത്യേക അടയാളം കൊടുക്കാറുണ്ട്. സാധാരണയായി ഒരു വെള്ള സ്പോട്ടാണ് ഉത്തര ധ്രുവത്തിൽ അടയാളമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഭൂമിയുടെ വടക്കു ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ ഉത്തര ധ്രുവം, നോർത്ത് പോൾ എന്നും തെക്ക് ദിശയിലേക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവം എന്നാണ് വിളിക്കുന്നത് കേട്ടോ. സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്കുവടക്ക് ദിശയിൽ നിൽക്കുന്നു. കാന്തത്തിന്റെ ഈ പ്രത്യേകത ഉപയോഗിച്ച് ദിക്കുകൾ കണ്ടെത്താൻ കഴിയുമോ ചോദിക്കുന്നുണ്ട്. ഇതാണ് എന്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്? വടക്കുനോക്കി യന്ത്രത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ എന്താണ്, പണ്ട് കടലിലൂടെയും മരുഭൂമിയിലൂടെയും ഒക്കെ യാത്ര ചെയ്തിരുന്നവർ ദിക്കറിയാൻ പല മാർഗങ്ങളും ഉപയോഗിച്ചിരുന്നു. ധ്രുവ നക്ഷത്രത്തെയും മറ്റു ചില നക്ഷത്ര സമൂഹത്തെയും അവർ ഇതിന് പ്രയോജനപ്പെടുത്തിയിരുന്നു. കാന്തത്തിന്റെ സവിശേഷത തിരിച്ചറിഞ്ഞതോടെ ദിക്കറിയാനുള്ള മാർഗം വളരെ എളുപ്പമായി. കാന്തത്തിന്റെ ഏത് സ്വഭാവവും ഇവർ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാവുക. അതായത് സ്വതന്ത്രമായി തൂക്കിയിട്ട ഒരു കാന്തം എപ്പോഴും തെക്ക് വടക്കേ ദിശയിൽ കാണപ്പെടുന്നതിന് കാരണമായിട്ട് ഇവിടെ പറയുന്നത് ഭൂകാന്തം. ഭൂമി ഒരു കാന്തമാണ്. ഈ ഭൂകാന്തത്തിന് ഒരു കാന്തിക മണ്ഡലമുണ്ട്. ഭൂകാന്ത ധ്രുവങ്ങൾ തെക്കുവടക്ക് ദിശയിലാണ്. ഭൂമിയുടെ ഉത്തര ധ്രുവം ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവമാണ്. ഭൂമിയുടെ ദക്ഷിണ ധ്രുവം ഭൂകാന്തത്തിന്റെ ഉത്തര ധ്രുവമാണ്. അതുകൊണ്ടാണ് സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്കുവടക്ക് ദിശയിൽ നിൽക്കുന്നത്. അപ്പോ ഭൂമി ഒരു കാന്തമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഭൂകാന്തത്തിന് ഒരു കാന്തിക മണ്ഡലവും ഉണ്ട്. അപ്പൊ ഭൂകാന്ത ധ്രുവങ്ങൾ തെക്കുവടക്ക് ദിശയിലാണ്. ഭൂമിയുടെ ഉത്തര ധ്രുവം ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവമാണ്. അതുപോലെ ഭൂമിയുടെ ദക്ഷിണ ധ്രുവം ഭൂകാന്തത്തിന്റെ ഉത്തര ധ്രുവമാണ്. അതുകൊണ്ടാണ് സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും തെക്കുവടക്ക് ദിശയിൽ നിൽക്കുന്നത്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് ആകർഷണവും വികർഷണവും, അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ കേട്ടോ. വ്യത്യസ്ത കാന്തങ്ങളുടെ ഒരേ ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങൾ എന്നും വ്യത്യസ്ത ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങൾ എന്നും പറയുന്നു. സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ വ്യത്യസ്ത കാന്തങ്ങളുടെ ഒരേ ധ്രുവങ്ങളെയാണ് സജാതീയ ധ്രുവങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കാട്ടോ ചെയ്യാം. എന്നാല് വ്യത്യസ്ത ധ്രുവങ്ങളെ നമുക്ക് വിജാതീയ ധ്രുവങ്ങൾ എന്ന് പറയാം. അത് വിജാതീയ ധ്രുവങ്ങളെ ആകർഷിക്കുക ചെയ്യാം കേട്ടോ. ഇനി കാന്തത്തിന്റെ പൊതു സ്വഭാവങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. കാന്തം കാന്തിക വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ടോ എന്ന് നമ്മൾ കണ്ടില്ലേ. അതുപോലെ ഒരു കാന്തത്തിന് രണ്ട് ധ്രുവങ്ങളുണ്ട്. നമുക്കറിയാം ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും. അതുപോലെ വ്യത്യസ്ത കാന്തങ്ങളുടെ ഒരേ ധ്രുവങ്ങളെ നമുക്ക് സജാതീയ ധ്രുവങ്ങൾ എന്ന് പറയാം. അതുപോലെ തന്നെ വ്യത്യസ്ത കാന്തങ്ങളുടെ വ്യത്യസ്ത ധ്രുവങ്ങളെ നമുക്ക് വിജാതീയ ധ്രുവങ്ങൾ എന്നും പറയാം. അപ്പൊ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങളെ ആകർഷിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു കാന്തത്തിന്റെ കാന്തിക ശക്തി ഏറ്റവും കൂടുതൽ ധ്രുവങ്ങളിലാണെന്ന് കണ്ടു. അതുപോലെ രണ്ട് ധ്രുവങ്ങളെയും വേർതിരിക്കുവാനും കഴിയില്ല. അടുത്തത് കാന്തത്തിന്റെ ചരിത്രം ഒന്ന് നോക്കാം നമുക്ക്. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിൽ മെഗ്നീഷ്യ എന്നൊരു സ്ഥലമുണ്ടായിരുന്നു. മാഗ്നസ് എന്നു പേരുള്ള ഒരു ആട്ടിടയൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം അഗ്രങ്ങളിൽ ഇരുമ്പ് ചുറ്റിയ തന്റെ വടി ഒരു പാറപ്പുറത്ത് വെച്ചിട്ട് വിശ്രമിക്കുകയായിരുന്നു. വിശ്രമം കഴിഞ്ഞ് പാറപ്പുറത്തു നിന്നും തന്റെ വടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആട്ടിടയൻ വിചിത്രമായ ഒരു അനുഭവം ഉണ്ടായി. ഇത് കേട്ടറിഞ്ഞ് ഗ്രാമത്തിലുള്ള ആളുകൾ മുഴുവൻ അവിടേക്ക് ഓടിയെത്തി. ഇനി ഈ പറഞ്ഞ കഥയുടെ ഒരു ചിത്രീകരണം ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തായിരുന്നു സംഭവിച്ചിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ ഇരുമ്പ് ചുറ്റിയ വടി പാറപ്പുറത്ത് ഉറച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ്, ഇരുമ്പാണികൾ തറച്ച ബൂട്ടും പാറയിൽ പറ്റിപ്പിടിച്ചിരിക്കുകയായിരുന്നു. ആ പാറപ്പുറത്ത് കാന്തത്തിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടായിരിക്കാം ഇരുമ്പ് ചുറ്റിയ വടിയും അതുപോലെ അദ്ദേഹത്തിന്റെ ബൂട്ടും ഒക്കെ അവിടെ ആ ഒരു പാറയിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് നടത്തിയ ഗവേഷണങ്ങളിലൂടെയൊക്കെയാണ് നമുക്ക് പിന്നീട് കാന്തത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് കേട്ടോ. അടുത്ത ഹെഡിങ് ആണ് സ്ഥിരകാന്തവും താൽക്കാലിക കാന്തവും. ഒരു കാന്തിക മണ്ഡലത്തിൽ ഇരിക്കുമ്പോൾ കാന്തിക വസ്തുക്കൾക്ക് കാന്തിക സ്വഭാവം ഉണ്ടാകുന്നു. കാന്തിക മണ്ഡലം നീക്കം ചെയ്യുമ്പോൾ ഇവയുടെ കാന്തിക ശക്തി നഷ്ടപ്പെടും. ജങ് ക്ലിപ്പ്, ആണി, മുട്ടുസൂചി ഇവ താൽക്കാലിക കാന്തങ്ങളായാണ് പ്രവർത്തിച്ചത്. അപ്പൊ പ്രകൃതിദത്തമായ കാന്തമായ ലോഡ് സ്റ്റോണും നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ട വിവിധ കാന്തങ്ങളും സ്ഥിരകാന്തങ്ങളാണ്. അപ്പൊ സ്ഥിരകാന്തങ്ങളുടെ കാന്തിക സ്വഭാവം ദീർഘകാലം നിലനിൽക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ കാന്തിക ശക്തി പരിശോധിക്കാനായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ കുട്ടികൾക്ക്.
വൈദ്യുത കാന്തം ഇലക്ട്രോ മാഗ്നറ്റ്. ചെമ്പ് കമ്പിയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുകയും ആണി കാന്തമായി മാറുകയും ചെയ്യുന്നു. ഇതാണ് വൈദ്യുത കാന്തം. ഇതിന്റെ കാന്തിക ശക്തി താൽക്കാലികമാണ്. വൈദ്യുത പ്രവാഹം വിച്ഛേദിച്ചാൽ വൈദ്യുത കാന്തത്തിന്റെ കാന്തിക ശക്തി നഷ്ടപ്പെടുന്നു. അപ്പൊ എന്താണ് വൈദ്യുത കാന്തം എന്ന് പറഞ്ഞാല് ചെമ്പ് കമ്പിയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുകയും ആണി കാന്തമായി മാറുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് വൈദ്യുത കാന്തം. ഇതിന്റെ കാന്തിക ശക്തി താൽക്കാലികമാണ്. വൈദ്യുത പ്രവാഹം വിച്ഛേദിച്ചാൽ വൈദ്യുത കാന്തത്തിന്റെ കാന്തിക ശക്തി നഷ്ടപ്പെടുന്നു. ഇനി കാന്തം നിത്യജീവിതത്തിൽ ജീവിതം മാറ്റിമറിച്ച കണ്ടുപിടുത്തങ്ങൾ. ഇനി നമ്മൾ കാന്തം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറെ സന്ദർഭങ്ങളാണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റത്തത് MRI മെഷീൻ ആണ് കേട്ടോ, മാഗ്നറ്റിക് റെസണൻസ് ഇമേജിംഗ് മെഷീൻ ആണ്. അടുത്തത് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡുകളിലുള്ള മാഗ്നറ്റിക് സ്ട്രിപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മാഗ്ലവ് ട്രെയിനുകളിലും. ഇതൊക്കെ നമ്മൾ കാന്തം അല്ലെങ്കിൽ മാഗ്നറ്റ് യൂസ് ചെയ്യുന്ന വിവിധ തരം സന്ദർഭങ്ങളാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ള കേട്ടോ. ഇനി നമുക്ക് ഇതിനെ വിലയിരുത്താന്നുള്ള ഭാഗം കൂടി ഒന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? തന്നിരിക്കുന്നവയിൽ കാന്തിക വസ്തു ഏതാണെന്ന് കേട്ടോ. പേപ്പർ, ഇരുമ്പാണി, തടി, ചെമ്പുകമ്പി. ഇവയിൽ ഏതാണ്? ഇരുമ്പാണിയാണ് അല്ലെ. കാരണം എന്താണ്? ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച വസ്തുക്കളൊക്കെ നമുക്കറിയാം കാന്തത്താൽ ആകർഷിക്കപ്പെടുന്ന വസ്തുക്കളാണ്. അതുപോലെ അതായത് കാന്തിക വസ്തുക്കളാണെന്ന്. അതുപോലെ തന്നെ പേപ്പർ, തടി, ചെമ്പുകമ്പി ഒക്കെ എന്താണ്? കാന്തത്താൽ ആകർഷിക്കപ്പെടാത്ത അകാന്തിക വസ്തുക്കളാണ് കേട്ടോ ഇവയൊക്കെ. ഇനി ഇതിൽ ശരിയായവ കണ്ടെത്തുക എന്നാട്ടോ. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ഡിസ്ക് കാന്തത്തിന് ഒരു ധ്രുവമാണുള്ളത്. അതുപോലെ രണ്ടാമത്തത് കാന്തത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു. ബാർകാന്തത്തിന്റെ മധ്യഭാഗത്ത് കാന്തിക ശക്തി കുറവാണ്. റബ്ബർ ഒരു അകാന്തിക വസ്തുവാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? നമുക്കറിയാം ബാർകാന്തത്തിന്റെ മധ്യഭാഗത്ത് കാന്തിക ശക്തി കുറവാണ് അല്ലെ. ധ്രുവങ്ങളിലാണ് കാന്തിക ശക്തി കൂടുതലുള്ളത്. അതുകൊണ്ട് സി ശരിയാണ്. പിന്നെ എന്താണ്? ഡി, റബ്ബർ ഒരു അകാന്തിക വസ്തുവാണ് എന്നുള്ളതുമാണ് ശരിയായിട്ടുള്ള ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. എ, ബി എന്നീ പ്രസ്താവനകൾ തെറ്റാണ് കേട്ടോ. എ എന്താണ്? ഡിസ്ക് കാന്തത്തിന് ഒരു ധ്രുവമാണുള്ളത് എന്നാണ്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ട് ധ്രുവങ്ങളുണ്ട്. അതുപോലെ കാന്തത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു ഉള്ളതും തെറ്റാണ് കേട്ടോ. സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയാണ് ചെയ്യുന്നത്. വിജാതീയ ധ്രുവങ്ങളാണ് ആകർഷിക്കുക. എന്തായിരുന്നു സജാതീയ ധ്രുവങ്ങൾ എന്ന് പറഞ്ഞാല് ഒരേ തരത്തിലുള്ള ധ്രുവങ്ങളാണ് സജാതീയ ധ്രുവങ്ങൾ, അതായത് നോർത്തും കേട്ടോ. അതുപോലെ വിജാതീയ ധ്രുവങ്ങൾ എന്ന് പറഞ്ഞാൽ നോർത്തും സൗത്തും ആയിട്ട് വരുന്ന ക്രമീകരണമാണ്. അപ്പോൾ അത് എന്താണ്? വിജാതീയ ധ്രുവങ്ങളാണ് ആകർഷിക്കുക, സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയാണ് ചെയ്യുക. അപ്പൊ എയും ബിയും ആണ് തെറ്റായിട്ടുള്ളത്. സി, ഡി ശരിയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യന് വീട്ടിൽ മരപ്പണി നടക്കുന്ന സ്ഥലത്ത് മരപ്പൊടിയിലേക്ക് ആണികൾ വീണുപോയി. ആണികൾ എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ ഒരു മാർഗം നിർദ്ദേശിക്കാമോ എന്നാണ് കേട്ടോ. ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് ഒരു കാന്തം ഉപയോഗിക്കുക എന്നുള്ളത് ആൻസർ പറയാൻ പറ്റും. കാരണം എന്താണ്? കാന്തം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുമ്പാണികൾ പെട്ടെന്ന് തന്നെ എന്താണ്? കാന്തത്തിൽ പറ്റി പിടിക്കും അല്ലെ. അപ്പോ മരപ്പൊടിയിലേക്ക് വീണുപോയ ആണികൾ പെട്ടെന്ന് തന്നെ ശേഖരിക്കാൻ പറ്റും. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു കാന്തത്തിന്റെ ധ്രുവം രേഖപ്പെടുത്തിയ അടയാളം കാണുന്നില്ല. ഇതിന്റെ ധ്രുവങ്ങൾ ഏതെന്ന് കണ്ടെത്താൻ ഏതെല്ലാം മാർഗങ്ങളാണ് നിർദ്ദേശിക്കുക എന്നാണ് കേട്ടോ. ഒരു കാന്തത്തിന്റെ ധ്രുവം രേഖപ്പെടുത്തിയ അടയാളം കാണുന്നില്ല. അപ്പൊ ഇതിന്റെ ധ്രുവങ്ങൾ ഏതെന്ന് കണ്ടെത്താൻ നമ്മൾ സ്വീകരിക്കേണ്ട മാർഗങ്ങളാണ് ഇവിടെ പറയാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മാർഗം എന്താണ്? ഒരു കാന്തത്തിന്റെ മധ്യഭാഗത്ത് നൂൽ കെട്ടി അതിനെ ഒരു സ്റ്റാൻഡിൽ സ്വതന്ത്രമായിട്ട് തൂക്കിയിടുക. അല്പസമയത്തിന് ശേഷം തെക്കുവടക്ക് ദിശയിലേക്ക് കാന്തം സ്ഥിരമായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോ ദിശ അറിയാനുള്ള ഒരു മാർഗം നമുക്ക് ഇത് പറയാട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ആകർഷണം സംഭവിക്കുന്നത്? വികർഷണം നടക്കുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം? ഈ ഒരു ചിത്രം നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ എ, സി, എഫ് എന്നീ സന്ദർഭങ്ങളിലാണ് നമുക്ക് ആകർഷണം പറയാൻ പറ്റുന്നത് കേട്ടോ. അതായത് ഒരു കാന്തത്തിന് N ധ്രുവവും മറ്റൊരു കാന്തത്തിന് S ധ്രുവവും തമ്മിൽ അടുത്ത് വരുമ്പോഴാണ് ആകർഷണം സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് എ, സി, എഫ് കേട്ടോ. ഈ സന്ദർഭങ്ങളിലാണ് നമുക്ക് ആകർഷണം പറയാൻ പറ്റുന്നത്. മറ്റു സന്ദർഭങ്ങളിൽ വികർഷണമാണ്. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വണ്ടിയുടെ താക്കോൽ റോഡിന്റെ സ്ലാബിന്റെ ഇടയിൽ വീണു. സ്ലാബുകൾക്കിടയിൽ കൈയിട്ട് താക്കോൽ എടുക്കാൻ കഴിയുന്നില്ല. സ്ലാബുകൾക്കിടയിലൂടെ താക്കോൽ കിടക്കുന്നത് കാണാം. സ്ലാബ് മാറ്റാതെ അതെടുക്കാൻ ഒരു മാർഗം നിർദ്ദേശിക്കാമോ എന്നാട്ടോ. നമുക്ക് ഇവിടെ എന്താണ്? ഇവിടെ കാന്തം യൂസ് ചെയ്യല്ലേ. സാധാരണയായിട്ട് താക്കോല് ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട് എന്നീ കാന്തിക വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു കാന്തം ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു താക്കോലിനെ മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തെ വിലയിരുത്താന്നുള്ള ഈ ഒരു സെക്ഷനും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.